വാട്ടർമാർക്ക് ഒന്നും ഇല്ലാത്തതും സൗജന്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു അടിപൊളി വീഡിയോ എഡിറ്റർ എന്ന് പരിചയപ്പെട്ടാലോ? ഈ വീഡിയോ എഡിറ്ററിന് ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ 4.7 റേറ്റിംഗ് ഉണ്ട്. അതായത് ഹൈ റേറ്റിംഗ് ആണുള്ളത്. അത്രയും മികച്ചൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റിംഗ് ഈ ആപ്ലിക്കേഷന് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു വീഡിയോ എഡിറ്ററിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ഫിൽറ്ററുകൾ, എഫക്റ്റുകൾ, നിരവധി ഫീച്ചറുകൾ ഈ ഒരു വീഡിയോ എഡിറ്ററിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാകും എന്നേ ഉള്ളൂ. കുറച്ചാണ്, ഒരുപാട് പരസ്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പൊ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോഴേക്ക് ലിങ്ക് ലോഡ് ആകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം എന്താണ് നമുക്ക് വീഡിയോന് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് തന്നെ ഇത് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് സാധാരണ എഡിറ്ററിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂളുകളും ഉണ്ട്. ഫിൽറ്റേഴ്സ്, സ്റ്റിക്കേഴ്സ് മുതൽ കട്ട് ചെയ്യുന്നതും ഓഡിയോ ഡബ് ചെയ്യുന്നതുമായിട്ടുള്ള നിരവധി ഫീച്ചേഴ്സ്, അതായത് എല്ലാ ഓപ്ഷനും ഇതിനകത്തുണ്ട്. എല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതുവരെ വേണം, എത്ര മിനിറ്റ് വേണം, അത് പിന്നീടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം 1.5 മിനിറ്റിന് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അത് ഇവിടെ PIP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. സ്ക്രീൻ സൈസ് എങ്ങനെയാണ് വേണ്ടത്, എത്രയാണ് വേണ്ടത്, ക്രോപ്പും കട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോമാ കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ ഏതാണ് കട്ട് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സാധാരണ ക്രോമാ കീ ഒക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ക്രോമാ കീയിൽ മുഴുവനായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം മുഴുവൻ ഗ്രീനും പോയിട്ടുണ്ട്. ഇനി താഴെ ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കട്ടായിട്ട് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും ഈ എഡിറ്ററിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അതായത് ഒരുപാട് ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം കുറച്ച് പേർക്കായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാലോ എൻ്റെ തിരക്ക്. അപ്പോൾ നിങ്ങൾ 1000 ഷെയർ, അതായത് 1K ഷെയർ എങ്കിലും ഈ വീഡിയോനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ട്യൂട്ടോറിയലും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.